നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ജോലി ഭാരം എന്നുള്ളൊരു കാര്യത്തിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ അല്ലേ. അപ്പോൾ ജോലി ഭാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ നിർണായകപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരാൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമൂഹത്തിലാണെങ്കിലും ഒരു ജോലി അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഒരു കേട്ടൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം മുമ്പാണെങ്കിൽ നമ്മൾ കേട്ടൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലെ ഒരു യുവാവ് മരിച്ചു എന്നുള്ളൊരു ആത്മഹത്യ ചെയ്തു എന്നുള്ള 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ജോലി ഭാരം താങ്ങാനാവുന്നില്ല എന്നുള്ളൊരു നിഗമനത്തില് മരിച്ചിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ഫ്ലാറ്റിന്റെ 8ാമത്തെ നിലയിൽ നിന്നിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതും പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തന്നെ. ജേക്കബ് തോമസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതും ഈ ഒരു ചെറിയ പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള കുറെ ജോലി ഭാരം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എത്ര ചെറിയ പ്രായത്തിലാണ് അത്രയും വലിയൊരു ടാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ നേരിടേണ്ടി വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത്രത്തോളം ഒരു മാനസികമായ സംഘർഷത്തിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവുക അല്ലേ. ഇപ്പോൾ ജോലി ലഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ, ആദ്യത്തെ ജോലി കൂടിയാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ ജോലി പ്രവേശിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജോലി ഭാരം എന്നതിന് പറയുമ്പോൾ ഒരു പ്രൊജക്ട് കമ്പനിയിൽ നിന്ന് ഒരു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയോട് കൂടി അത് സബ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടും ആ ഒരു പ്രൊജക്ടിന്റെ പേരിൽ ഒരുപാട് മാനസികപരമായിട്ട് ആ ഒരു യുവാവാണെങ്കിൽ തളർന്നു പോയിരുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അമ്മയ്ക്ക് വീഡിയോ സന്ദേശം അയച്ചതിന് ശേഷം മരണത്തിലേക്ക് പോവുക, ആത്മഹത്യയിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്തത് എന്നുള്ളൊരു കാര്യം. കാരണം അത്രമാത്രമാണ് ഓരോരുത്തരുടെയും ഓരോ യുവാക്കളുടെയും മനസ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് മാനസികമായിട്ടുള്ളൊരു തളർച്ചയാണോ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ ഒരു തലമുറയ്ക്ക്, അല്ല ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നമാണോ, അവിടെയുള്ള ഒരു സിറ്റുവേഷൻ ആണോ ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്? കൂടുതലായിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ജോലി പ്രശ്നങ്ങളിലെ ജോലിപരമായിട്ടുള്ള മാനസികപരമായിട്ട് ഒരുപാടായിട്ട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഒരു ടാർഗറ്റ് ഉണ്ടാവും, അത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾ, അതുപോലെ സമയമില്ലായിക, ജോലി എന്നുള്ള കാര്യം മാത്രം, അതായത് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ജോലി ചെയ്യുക, സ്ട്രെസ് എടുക്കുക, അത്രയും സ്ട്രെസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പറയാണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഒരു നേട്ടം മാത്രമേ കാണുന്നുള്ളൂ. അതായത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കോ എംപ്ലോയീസിനോ യാതൊരുവിധ രീതിയിലുള്ള മാനസികമായിട്ട് അവരുടെ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും കമ്പനി തിരിഞ്ഞു നോക്കാത്ത അവർക്ക് മെയിൻ ആയിട്ട് ബിസിനസ് എന്നുള്ള ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ മാത്രം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കാരണം എംപ്ലോയീസിന്റെ മാനസികമായിട്ടുള്ള ഒരു പരിഗണന എംപ്ലോയീസിന് കൊടുക്കുന്നില്ല, മാനസികപരമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രധാനമാണ്. അതിപ്പോ ശാരീരികപരമായിട്ട് നമ്മളിപ്പോ എത്രമാത്രം വീക്ക് ആണെങ്കിലും പക്ഷെ മനസ്സിന്റെ ഒരു ബലമുണ്ട്. ആ ഒരു ബലത്തിലാണ് നമ്മൾ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അവിടെ തളർന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല എന്താ പറയാ തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പൊ യുവാക്കളിലാണെങ്കിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലാണെങ്കിലും ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് മാനസികപരമായി അവർ വളരെയധികം തളർന്നു പോകുന്ന ഒരു അവസ്ഥ. ചെറിയൊരു സ്ട്രെസ് അനുഭവിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വരുമ്പോഴേക്കും വളരെ നന്നായിട്ട് താഴ്ന്നു പോകുന്നു അല്ലേ മാനസികാവസ്ഥ. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും. അവർക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തില്ല. കാരണം നമുക്ക് ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാം. കാരണം ഒരു കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന അല്ലെങ്കിൽ ഒരാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചുറ്റുപാടുകൾ, ഇതിനെല്ലാം തന്നെ എന്താ പറയുക നിലനിർത്തിയാണ് ഈ ഒരു കാര്യത്തെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോഴാണെങ്കിൽ തന്നെ ഒരു കൂട്ടുകുടുംബം എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയൊരാണ് കുടുംബത്തിലേക്ക് മാറി ഒതുങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തോൽവികളൊന്നും ഏറ്റുവാങ്ങാതെ വന്ന ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഒരു തോൽവി സംഭവിക്കുമ്പോഴത്തേക്കും അത് അവരെ വല്ലാത്ത രീതിയിൽ അവർക്കൊരു ആഘാതം ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇപ്പോൾ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും.
നമ്മുടെ കൂടെ പഠിച്ചവരാണെങ്കിലും ഒക്കെ തന്നെ ഒരു കമ്പാരിസൺ വരും. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും തന്നെ വീട്ടിലാണെങ്കിലും തന്നെ പറയും നിന്റെ കൂടെ പഠിച്ചതല്ലേ അവൻ ഈ ഒരു നിലയിലെത്തി, അങ്ങനെ ഒരു കമ്പാരിസൺ വരും. അപ്പൊ അങ്ങനെ കുട്ടികളുടെ മാനസികപരമായിട്ടുള്ള സമൂഹത്തിലാണെങ്കിലും നമുക്ക് പരസ്പരം അറിയാവുന്ന പലരും ഉണ്ടാവും. എനിക്ക് ജോലിയായില്ല, അവന് ജോലിയായി. വീട്ടിൽ പറയുന്നതിന് പുറമെ, ഫാമിലിയിൽ നിന്ന് പുറമെ നാട്ടിലൊരു കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആൺകുട്ടികളുടെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്നും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. PSC പഠിക്കാൻ പോവാന്ന് പറയുന്നത് പോലും ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് വലിയൊരു നാണക്കേട് പോലെയാണ്. കാരണം എത്ര വർഷം നീ അതിനു വേണ്ടി പാഴാക്കും, നിനക്ക് എന്താ അതിൽ നിന്ന് നേട്ടം, ഇതൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തില്. കാരണം ഇപ്പോഴാണെങ്കിലും ബോയ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക ഒന്ന് സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ. അതും ഈ ഒരു പ്രായത്തിനുള്ളിൽ ആവണം എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ പല കാരണത്താലും അതൊന്നും പറ്റാത്തൊരു അവസ്ഥയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ മാനസികപരമായിട്ടാണെങ്കിലും അവർക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരുപാട് കുത്തുവാക്കുകളാണെങ്കിലും അങ്ങനെ എല്ലാം ഏൽക്കേണ്ടി വരുന്നത് ഈ ഒരു കൂടുതലും ബോയ്സ് ആണ്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്ത്രീക്കും പുരുഷനും ഒരേപോലുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ ഒന്ന് സെറ്റിൽ ആവാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. സമൂഹത്തിന്റെ ചിന്ത മാത്രമേ മാറാതെ ഉള്ളൂ, അല്ലാതെ നമ്മളുടെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ യുവാക്കളിലാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എന്താ പറയുക നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഏതൊരു കാര്യത്തിന് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യം ചിന്തിക്കുക. എത്രമാത്രം വിഷമിക്കുന്നുണ്ടെങ്കിലും അതിലിരട്ടിയായിട്ട് നമുക്ക് സന്തോഷം വരും എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കണം. ജീവിതമാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്, കരുത്തോടെ നിൽക്കുക, കഷ്ടപ്പാടുകളെല്ലാം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജീവിതമാണെന്ന് പറയില്ല, എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആർക്കും തന്നെ പറ്റില്ല. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കണം. അതുപോലെ എന്നാലേ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫാമിലിയിലാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ.